നമ്മൾ ചെറുപ്പക്കാര് കാണുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കാം. പക്ഷെ പുതിയ പഠനങ്ങൾ പ്രകാരം ഈ യുവാക്കൾക്കിടയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിനെതിരെയുള്ള പ്രതിരോധം വളരെയധികം കൂടി വരികയാണ്. നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് ബ്ലഡ് ഷുഗർ ലെവൽ വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിൽ അധികം വന്ന ഷുഗറിനെ സെൽസിലേക്ക് അല്ലെങ്കിൽ കോശത്തിലേക്ക് മാറ്റുന്നത്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ മധുര പദാർത്ഥങ്ങൾ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളിൽ ഷുഗറിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മുടെ കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിനോടുള്ള ഒരു പ്രതിരോധം ഉണ്ടാകുന്നത്. നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈൽ, അതായത് കുറേ സമയം ഇരിക്കുക, വളരെ നേരം വൈകിട്ട് അത്താഴം കഴിക്കുക, ഉറക്കത്തിലുള്ള കുറവ്, പിന്നീട് ഈ കോൺസ്റ്റന്റ് സ്ട്രെസ് ഒക്കെയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണം. പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് ആൾക്കാർ ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. ഇത് നമ്മൾ കാര്യമാക്കാതെ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസിന് പ്രശ്നം പറ്റാനും അതുവഴി ബ്ലഡ് ഷുഗർ ലെവൽ കൂടാനും സാധ്യതയുണ്ട്. അങ്ങനെ ടൈപ്പ് 2 ഡയബറ്റീസും പിന്നീട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും വരാനിടയുണ്ട്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് ബോധവാന്മാരാവുക. ഈ അധികം മധുരം കഴിക്കുന്നതൊക്കെ കുറക്കുക, നന്നായിട്ടൊന്ന് ഉറങ്ങുക, ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് ഒക്കെ കഴിക്കുക. ശരിക്കും നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ വളരെ പെട്ടെന്ന് മറികടക്കാവുന്നതേ ഉള്ളൂ.